നമസ്കാരം. നമ്മളിന്ന് ദി ഹിന്ദു പത്രത്തിലെ വാർത്തകളും അതോടൊപ്പം ലേണേഴ്സ് IASന്റെ പഠന സാമഗ്രികളും അടിസ്ഥാനമാക്കി UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഒന്നുകൂടെ ആഴത്തിൽ നോക്കുകയാണ്. അതെ, ഇന്നത്തെ പ്രധാന വാർത്തകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ശരി, അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനെപ്പറ്റിയുള്ള വാർത്തകളാണ്. അത് തന്നെ. അതിലിപ്പോ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക, അത് മുൻ ചീഫ് ജസ്റ്റിസുമാരൊക്കെ പറയുന്നുണ്ട്. അതെ, ഒരു മേൽനോട്ട സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്, അല്ലേ? ശരിയാണ്. പിന്നെ ഈ 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല്, അത് അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഈ സെക്ഷൻ 82A5 വെച്ചിട്ട് കമ്മീഷന് കിട്ടുന്ന ശുപാർശാധികാരം, അതുപോലെ കാലാവധി പൂർത്തിയാക്കാത്ത സഭകളിലെ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങൾ എന്ന സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പ്രിലിംസിന് പോളിറ്റി ഭാഗത്ത്, അതായത് ഈ ഭേദഗതി, ഇലക്ഷൻ കമ്മീഷൻ, അടിസ്ഥാന ഘടനാ സിദ്ധാന്തം ഇതൊക്കെ വരും. അതെ. മെയിൻസിന് GS2വിലെ പോളിറ്റി, പിന്നെ RPA ജനപ്രാതിനിധ്യ നിയമം, അതും പ്രധാനമാണ്. ശരിയാണ്. ഒരേ സമയം തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെലവ് കുറയ്ക്കാം, സ്ഥിരത കൊണ്ടുവരാം എന്നൊക്കെയാണല്ലോ. അതെ, ഗുണങ്ങളായിട്ട് അതൊക്കെ പറയാം. ചെലവ് കുറയും, ഭരണസ്ഥിരതയുണ്ടാവും, ഒരുപക്ഷെ പോളിംഗ് ശതമാനം കൂടാം. പക്ഷേ മറുവശത്ത് നോക്കിയാൽ ഫെഡറലിസത്തിന് വെല്ലുവിളിയാണോ? അതൊരു പ്രധാന വിഷയമാണ്. പിന്നെ ഭരണഘടനാപരമായ തടസ്സങ്ങൾ, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, പ്രാദേശിക വിഷയങ്ങൾ ഒരുപക്ഷെ അത്ര ശ്രദ്ധ കിട്ടാതെ പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ഒരു സമവായം ആവശ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായും വലിയ രീതിയിലുള്ള ചർച്ചകൾ വേണം. ഓക്കെ, ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തയിലേക്ക് വരാം. US ഉപരോധം ഒരു UN ഉദ്യോഗസ്ഥക്കെതിരെയാണല്ലോ ഇത്. അതെ, UN പ്രത്യേക റിപ്പോർട്ട് ഫ്രാൻസിസ്ക ആൽബനീസ് ഇസ്രായേലിനെ വിമർശിച്ചു, പിന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി, അതായത് ICCയുമായി സഹകരിച്ചു എന്നൊക്കെയാണ് കാരണം പറയുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ടല്ലേ? UN ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചല്ലോ. UN ഇതിനെ അപലപിച്ചു. ഇത് ബഹുമുഖ ലോകക്രമത്തിന് ഒരു വെല്ലുവിളിയാണ്. ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളും ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് IRൽ വരും. പ്രിലിംസിന് UNHRC, ICC, ICJ ഇവ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കണം. അതെ, ICC വ്യക്തികളെയാണ് വിചാരണ ചെയ്യുന്നത്, ICJ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും. മെയിൻസിന് GS2, IRL ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇന്ത്യയുടെ നിലപാടെന്താണ്, അതായത് ബഹുമുഖ ലോകക്രമം, നയതന്ത്ര സന്തുലിതാവസ്ഥ, ഇതൊക്കെ പ്രധാനമാണ്. ശരി, ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ, പഠനമാധ്യമം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. NEP പുതിയ വിദ്യാഭ്യാസ നയം മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ആളുകൾക്കിപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിനോടാണ് താൽപ്പര്യമല്ലേ? അതെ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അതാണ് താൽപ്പര്യം. പഠനമാധ്യമം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് 2014 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലീഷിനോടുള്ള താൽപ്പര്യം? തൊഴിൽ സാധ്യതകളാണോ? പ്രധാനമായും അതാണ്. പിന്നെ സാമൂഹികമായി മുന്നേറാനുള്ള ഒരു വഴി കൂടിയായി അതിനെ കാണുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിൽ ഒരുപക്ഷേ ഇതിന്റെ ഒരു അസമത്വം കാണുന്നുമുണ്ട്. അതേസമയം മാതൃഭാഷയിൽ പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുമില്ലേ? തീർച്ചയായും കുട്ടികൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സംസ്കാരവുമായി ഒരു ബന്ധമുണ്ടാവും. പക്ഷേ വെല്ലുവിളികളുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം, ജോലി, അവിടെയൊക്കെ ഇതൊരു തടസ്സമാകുമോ എന്നൊരു പേടി. അപ്പോ NEPയുടെ ത്രിഭാഷാ പദ്ധതിയൊക്കെ ഇവിടെ പ്രസക്തമാണ്. പരീക്ഷയ്ക്ക് GS1, സോഷ്യൽ ഇഷ്യൂസ്, GS2, എഡ്യൂക്കേഷൻ പോളിസീസ്, ഇവിടെയെല്ലാം ഇത് വരും. ശരിയാണ്, ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് വേണ്ടത്. മാതൃഭാഷയിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇംഗ്ലീഷ് ഒരു ഭാഷയായി നന്നായി പഠിപ്പിക്കുക. സർക്കാർ സ്കൂളുകളിൽ ഒരു ഓപ്ഷൻ കൊടുക്കുക, അതൊക്കെ പരിഗണിക്കാവുന്നതാണ്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്, ഗ്ലോബൽ ജെൻഡർ ക്യാപ് റിപ്പോർട്ട് 2025. ഇന്ത്യയുടെ റാങ്ക് വീണ്ടും പിന്നോട്ട് പോയി. അതെ, അത് വളരെ ആശങ്കാജനകമാണ്. 148 രാജ്യങ്ങളിൽ 131 സ്ഥാനം. പ്രത്യേകിച്ച് സാമ്പത്തിക പങ്കാളിത്തം, പിന്നെ ആരോഗ്യം, ഈ 2 കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും പിന്നിൽ. റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? കുറഞ്ഞ ജനനലിംഗാനുപാതം, സ്ത്രീകളിലെ വിളർച്ച,
അത് 57% കണക്ക്. വരുമാനത്തിലെ വലിയ അന്തരം, പിന്നെ ശമ്പളമില്ലാത്ത വീട്ടുജോലിയുടെ ഭാരം. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 7 മടങ്ങ് അധികം സമയം ഇതിനായി ചെലവഴിക്കുന്നു. കെയർ ഇൻഫ്രാസ്ട്രക്ചറിലെ കുറവും എടുത്തു പറയുന്നുണ്ട്. ഇത് പരീക്ഷയുടെ എല്ലാ തലങ്ങളിലും പ്രധാനപ്പെട്ടതാണ്. GS1, GS2, GS3. സാമൂഹികം, ആരോഗ്യം, സമ്പദ്വ്യവസ്ഥ എല്ലായിടത്തും ഇതിന്റെ സ്വാധീനം വരും. WEF റിപ്പോർട്ട് 4 കാര്യങ്ങളാണ് നോക്കുന്നത്: സാമ്പത്തികം, വിദ്യാഭ്യാസം, ആരോഗ്യം, രാഷ്ട്രീയം. വിദ്യാഭ്യാസത്തിലും പഞ്ചായത്തി രാജിലെ സ്ത്രീ സംവരണം കാരണം രാഷ്ട്രീയത്തിലും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാലും LFPR, അതായത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, വളരെ കുറവാണ്. ഇതിന് പരിഹാരമായി എന്താണ് നിർദ്ദേശിക്കുന്നത്? ജെൻഡർ ബജറ്റിംഗ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം, ടൈം യൂസ് സർവേകൾ നടത്തണം, ആരോഗ്യരംഗത്ത് കൂടുതൽ നിക്ഷേപം വരണം, ഈ കെയർ ഇക്കോണമിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് കടക്കാം. അസ്ത്ര മിസൈലിന്റെ കാര്യം. അതെ, അത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഒരു വലിയ നേട്ടമാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ BVRAM മിസൈൽ. BVRAM എന്ന് പറഞ്ഞാൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ. അതായത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈൽ. ഇതിലെ RF സീക്കർ തദ്ദേശീയമായി ഉണ്ടാക്കിയെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആത്മനിർഭർ ഭാരതിന് ഇത് വലിയൊരു ഊർജം നൽകും. തീർച്ചയായും. DRDOയും വ്യോമസേനയും ചേർന്നാണ് Su-30 MKI വിമാനത്തിൽ നിന്ന് ഇത് പരീക്ഷിച്ചത്. പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്കിൽ ഇത് പ്രധാനമാണ്. അടുത്തത് സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട 2 വാർത്തകളുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് കോൺഫറൻസ് ഇന്ത്യയിൽ നടക്കുന്നു. അതെ, ഇന്ത്യ ആദ്യമായാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. മനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യം വീണ്ടെടുക്കുക എന്നതാണ് പ്രമേയം. ഒരു പുതിയ മിഷനും തുടങ്ങുന്നുണ്ടല്ലോ. ഗ്യാൻ ഭാരതം മിഷൻ. ഈ പശ്ചാത്തലത്തിലെ നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ്, യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് പ്രോഗ്രാം ഒക്കെ ഓർക്കണം. സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിന്റെ വാർഷികവും ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കാം. ഇത് പ്രിലിംസിലെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരും. രണ്ടാമത്തെ വാർത്ത, മറാഠ സൈനിക ഭൂപ്രകൃതികൾക്ക് യുനെസ്കോ ലോക പൈതൃക പദവി കിട്ടിയതാണ്. അതെ, ഇന്ത്യയുടെ 43ാമത്തെ ലോക പൈതൃക കേന്ദ്രം. ഇതൊരു സീരിയൽ നോമിനേഷനാണ്, അതായത് ഒരു കൂട്ടം സ്ഥലങ്ങൾ. മഹാരാഷ്ട്രയിലെ 11 കോട്ടകളും തമിഴ്നാട്ടിലെ ജിഞ്ചിയും അടക്കം 12 കോട്ടകളുണ്ടിതില്. അപ്പോൾ മറാഠ കോട്ടകളുടെ ആ ഒരു തന്ത്രപരമായ നിർമ്മാണ രീതി. അതെ, അതും അവര് ഭൂപ്രകൃതിയെ ഉപയോഗിച്ച രീതിയുമെല്ലാം ഇതിൽ അംഗീകരിക്കപ്പെടുന്നു. പ്രിലിംസിൻ ആർട്ട് ആൻഡ് കൾച്ചർ ഹിസ്റ്ററി ഭാഗങ്ങളിൽ ഇത് പ്രധാനമാണ്. ഓക്കെ, ഇനി അവസാനമായിട്ട് ടെക്നോളജിയിൽ നിന്നുള്ളൊരു വാർത്ത. നിർമ്മാണ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AIയുടെ ഉപയോഗം കൂടുന്നു. ശരിയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 8% നിന്ന് 22% ഉപയോഗം വർദ്ധിച്ചു. പ്രെഡിക്റ്റീവ് മെയിന്റനൻസ്, അതായത് യന്ത്രത്തകരാറ് മുൻകൂട്ടി അറിയുന്നത്, AI വിഷൻ, പിന്നെ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുന്ന കോബോട്ടുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ AI മിഷൻ ഇതിനൊരു പ്രോത്സാഹനമാകുമല്ലോ. തീർച്ചയായും. 10,000 കോടി രൂപയുടെ മിഷനാണത്. ജനറേറ്റീവ് AI, ഡിജിറ്റൽ ട്വിൻസ്, IoT, എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ഇതൊക്കെ ഇതിന് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉൽപാദനക്ഷമത കൂടുമായിരിക്കുമല്ലേ? അതെ, ഉൽപാദനക്ഷമത കൂടും, ചെലവ് കുറയും, ക്വാളിറ്റി മെച്ചപ്പെടും, സുരക്ഷ കൂടും. ഇതൊക്കെ നേട്ടങ്ങളാണ്. പക്ഷേ തൊഴിൽ നഷ്ടപ്പെടുക എന്ന പേടിയുണ്ട്. അതൊരു പ്രധാന വെല്ലുവിളി തന്നെയാണ്. അതുപോലെ വൈദഗ്ധ്യമുള്ള ആളുകളുടെ കുറവ്, വലിയ മുതൽമുടക്ക്, ഡേറ്റാ സുരക്ഷാ പ്രശ്നങ്ങൾ, നൈതികമായ കാര്യങ്ങൾ, ഇതൊക്കെ വെല്ലുവിളികളാണ്. അപ്പോ ഇതിനെങ്ങനെ നേരിടാം? നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഡേറ്റ കൈകാര്യം ചെയ്യാൻ നല്ല സംവിധാനങ്ങൾ വേണം. തൊഴിലാളികളെ പുതിയ സ്കില്ലുകൾ പഠിപ്പിച്ചു മാറ്റിയെടുക്കണം. MSMEകൾക്ക് സഹായം കൊടുക്കണം. ഇത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. GS3യിൽ സയൻസ് ആൻഡ് ടെക്, എക്കോണമി, ഇൻഡസ്ട്രിയൽ പോളിസി ഇതിലൊക്കെ വരും. ശരി. അപ്പോ ഇന്നത്തെ പ്രധാന വാർത്തകളെക്കുറിച്ചുള്ള ഒരു ലഘുവിശകലനം ഇവിടെ പൂർത്തിയാവുകയാണ്. അതെ. കൂടുതൽ ആഴത്തിലുള്ളതും വിശദമായ വിശകലനങ്ങൾ നിങ്ങൾക്ക് ലേണേഴ്സ് IASൽ ലഭ്യമാണ്. പ്രതിമാസം വെറും 300 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. നാളെ നമുക്ക് പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ പുരാതനമായ കയ്യെഴുത്തു പ്രതികളും കോട്ടകളും പോലുള്ള പൈതൃകങ്ങളെ സംരക്ഷിക്കാൻ
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾക്ക് എത്രത്തോളം സാധിക്കും? അതൊരു സാധ്യതയല്ലേ?